alpha particle scattering experiment. ഇതിന് റൂദർഫോർഡ് ആൻഡ് ഗെയ്ഗർ മാസ്റ്റൺ എക്സ്പെരിമെന്റ് എന്നും പറയാറുണ്ട്. He passed a very narrow beam of alpha particles through a gold foil of thickness 10⁻⁻⁴ meter. ഇത് ആൽഫ പാർട്ടിക്കിളിൻ്റെ ഒരു സോഴ്സ് ആണ്. ഈ സോഴ്സ് ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ ഈ നാരോ സ്ലിറ്റിലൂടെ കടന്ന് ഒരു തിൻ ഗോൾഡ് ഫോയിലിൽ വന്ന് തട്ടും. The alpha particles will be scattered by the gold foil onto a fluorescent screen. അങ്ങനെ സ്കാറ്റർ ചെയ്ത് വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ വന്ന് തട്ടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്ലാഷ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സ്കാറ്റർ ചെയ്ത് വരുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യും. The scattered alpha particles were observed through a movable detector D. ഡിറ്റക്ടർ എന്താ ചെയ്യുക? എത്ര ആൽഫ പാർട്ടിക്കിൾസ് ഏത് ആംഗിളിലാണ് ഡിഫ്ലക്ട് ചെയ്തത് എന്ന് നമുക്ക് ഡിറ്റക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. The detector measures the number of alpha particles and the angle by which these alpha particles are deflected. ഈ എക്സ്പെരിമെന്റിൽ 3 കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ ഈ ഫോയിലിലൂടെ കടന്നുപോയി. A few alpha particles were deflected by small angles. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിൽ തട്ടി ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു. A very few alpha particles were scattered through angles greater than 90 degree and occasionally alpha particles retraced their path making an angle 180 degree. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രം ലാർജ് ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു. 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത ആൽഫ പാർട്ടിക്കിളുടെ എണ്ണം വളരെ കുറവായിരുന്നു. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ 180 ഡിഗ്രി ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു. ഇതുവഴിയാണ് അത് വരിക. അതേപോലെ അത് തിരിച്ചുപോയി. ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റാതെ ഇങ്ങനെ വന്ന് അതേപോലെ അത് തിരിച്ചുപോയി. അപ്പൊ ഇങ്ങനത്തെ 3 ഒബ്സർവേഷൻസ് ആണ് ഈ എക്സ്പെരിമെന്റിൽ നടത്തിയത്. ഈ 3 ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്തു. ഫസ്റ്റ് വൺ, ബോത്ത് ദ ഗോൾഡ് ന്യൂക്ലിയസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ആക്ട് ആസ് പോയിന്റ് ചാർജസ്. ആ ഗോൾഡ് ഫോയിലിൽ ഗോൾഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഗോൾഡ് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. അതുപോലെ ആൽഫ പാർട്ടിക്കിളിനും പോസിറ്റീവ് ചാർജാണ്. ഗോൾഡ് ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിളും പോയിന്റ് ചാർജായി ആക്ട് ചെയ്യുന്നു. The scattering is due to the electrostatic repulsion force between alpha particles and gold nucleus. എന്തുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിൾസിനും പോസിറ്റീവ് ചാർജ് ആണ്. ഗോൾഡ് ഫോയിലിലുള്ള ഗോൾഡ് ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജ് ആണ്. So there is electrostatic repulsion between them and hence scattering occurs. അപ്പൊ എന്തുകൊണ്ടാണ് ഗോൾഡ് ന്യൂക്ലിയസ് സ്കാറ്റർ ചെയ്ത് പോവാത്തത്? The mass of the gold nucleus is high when compared to the mass of alpha particle. So the gold nucleus will remain at rest and alpha particle will scatter away. The path of the alpha particle is a hyperbola with the nucleus at its outer focus. ഇനി അഞ്ചാമത്തെ assumption എന്താണ്? The large angle scattering of alpha particle is possible only if the entire positive charge of the atom is concentrated at the center of the atom. 180 degree scattering സംഭവിക്കണമെങ്കിൽ വന്ന ആൽഫ പാർട്ടിക്കിൾ ആ വന്ന വഴി തന്നെ തിരിച്ചു പോകണമെങ്കിൽ ഹൈ റിപ്പൾസീവ് ഫോഴ്സ് വേണം. ഹൈ റിപ്പൾസീവ് ഫോഴ്സ് വേണമെങ്കിൽ പോസിറ്റീവ് ചാർജുകൾ ആറ്റത്തിൽ മുഴുവനുമായി സ്പ്രെഡ് ചെയ്താൽ അത് സാധിക്കില്ല. അപ്പൊ പിന്നെ അസംഷൻ എന്താണ്? മുഴുവൻ പോസിറ്റീവ് ചാർജും ആ ആറ്റത്തിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ്
ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് 180 സ്കാറ്ററിംഗ് സാധ്യമായത്. Only a few particles are undergoing scattering shows that the entire positive charge of the atom is confined to a small region. ഒരു ആറ്റത്തിലെ എല്ലാ ഭാഗത്തുമായി പോസിറ്റീവ് ചാർജുകൾ സ്പ്രെഡ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഒരുപാട് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ നമ്മൾ ഒബ്സർവേഷൻ എന്തായിരുന്നു? വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രമേ സ്കാറ്ററിംഗ് സംഭവിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂക്ലിയസിലുള്ള ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജുകൾ ഒരു ചെറിയ റീജിയനിൽ മാത്രമായി കൺഫൈൻഡ് ആണ്. ആ റീജിയനിനടുത്തൂടെ പോകുന്ന ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമേ സ്കാറ്ററിംഗ് സംഭവിക്കുകയുള്ളൂ. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഈ ഒബ്സർവേഷനെ ബേസ് ചെയ്തുകൊണ്ട് assume ചെയ്തത്. Based on these assumptions, he derived an expression for angle of scattering. Cot theta by 2 equals b into 4 pi epsilon 0 ek divided by z e square. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് ആണ്. ഇ കെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ആണ്. Z എന്ന് പറഞ്ഞാൽ ആറ്റമിക് നമ്പർ ഓഫ് ഗോൾഡ് ആണ്. ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ 79 ആണ്. അപ്പോൾ ആ 6 അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങിന് ഒരു ഫോർമുല റൂദർഫോർഡ് ഡിറൈവ് ചെയ്തു. അതിലൊരു പുതിയ ടേം ഉണ്ട് ബി. ബിക്ക് പറയാ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്നാണ്. ഈ ഡയഗ്രാം നോക്കുക. This is a gold nucleus. See, the gold nucleus has an charge Zd. Z is equal to 79 for gold. ഇത് ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ലൈനാണ്. ഒരു ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്നു. This shows the path of the alpha particle. ഗോൾഡ് ന്യൂക്ലിയസിന്റെ അടുത്തെത്തുമ്പം റിപ്പൾഷൻ കാരണം അത് സ്കാറ്റർ ചെയ്ത് പോകുന്നു. ഇതാണ് ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയാം. ഇമ്പാക്റ്റ് പാരാമീറ്റർ ഈസ് the perpendicular distance between the velocity vector of the alpha particle and the central line passing through the nucleus. ന്യൂക്ലിയസിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനും ആൽഫ പാർട്ടിക്കിൾ പോകുന്ന പാത്തും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയാം. ഇനിയൊരു ആൽഫ പാർട്ടിക്കിള് ന്യൂക്ലിയസിന്റെ സെന്ററിലേക്ക് പോവാണ് എന്ന് വിചാരിക്കുക. സി, ദ ആൽഫ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദിസ് ലൈൻ. ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കാണ് പോകുന്നത്. അതിന് ഹെഡ് ഓൺ കൊളീഷൻ എന്നാണ് പറയാം. സോ ഇഫ് എ ആൽഫ പാർട്ടിക്കിൾ ഈസ് മേക്കിംഗ് എ ഹെഡ് ഓൺ കൊളീഷൻ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ബി? ബിന്റെ വാല്യൂ എന്താ വരിക? ഇപ്പൊ ബി ഇതിലൂടെ തന്നെയാണ് പോണത് അല്ലേ? ആൽഫ പാർട്ടിക്കിൾ ഇതിലൂടെ തന്നെയാണ് പോണത്. അപ്പൊ ബിന്റെ വാല്യൂ 0 ആണ് വരിക. സോ ഫോർ എ ഹെഡ് ഓൺ കൊളീഷൻ ബി ഈസ് ഈക്വൽ ടു 0. നമ്മൾ ആ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗിന്റെ ഇക്വേഷനിൽ ബി 0 എന്ന് കൊടുത്താൽ cot theta by 2 is equal to 0 എന്നാ വരിക. So cot theta by 2 is equal to 0. Cot 90 ആണ് 0. So you can write theta by 2 is equal to 90 or theta equals 180 degree. നമ്മൾ എന്താ കണ്ടത്? ഒരു ആൽഫ പാർട്ടിക്കിള് ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കാണ് പോകുന്നത് എങ്കിൽ, if the alpha particle is making a head on collision, what happens? It will get scattered by 180 degree. അതേ ലൈനിൽ അത് തിരിച്ചു വരും. എന്താ കാരണം? Due to the high repulsive force. So Rutherford could explain the large angle scattering of alpha particles. എന്തുകൊണ്ട് ചില ആൽഫ പാർട്ടിക്കിൾസ്, എന്തുകൊണ്ട് വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിന് സാധിച്ചു. ഈ ഡയഗ്രാം നോക്കുക. You can see an alpha particle moving towards the center of a gold nucleus. The alpha particle is making a head-on collision. ഈ ഗോൾഡ് ന്യൂക്ലിയസിന്റെ ചാർജ് ഇവിടെ കാണിച്ചിട്ടുണ്ട് Zd.
Z is equal to 79 for gold. Alpha particle ഒരു head on collision ആണ്. ആൽഫ പാർട്ടിക്കിളിന് ഗോൾഡ് ന്യൂക്ലിയസിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. ആൽഫ പാർട്ടിക്കിൾ ഇതുവരെ വന്ന് 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്തു പോകും. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഹൈ റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ഗോൾഡ് ന്യൂക്ലിയസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിളിന് ഗോൾഡ് ന്യൂക്ലിയസിലേക്ക് എത്താൻ സാധിക്കില്ല. The distance up to which an alpha particle can approach a gold nucleus during a head-on collision is called distance of closest approach. അത് നമ്മൾ R0 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആൽഫ പാർട്ടിക്കിൾ ഇതുവരെ എത്തുകയുള്ളൂ. ഇവിടെ നിന്ന് ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കുള്ള ദൂരമാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് R0. നമ്മൾ R0-ന് വാല്യൂ കാണാൻ പോവാണ്. At a distance of closest approach, the kinetic energy of the alpha particles is completely converted into potential energy. ഇവിടെ എത്തുമ്പം ആൽഫ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി മുഴുവനും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. കൈനറ്റിക് എനർജിന്റെ വാല്യൂ എത്രയാണ്? ഹാഫ് mv². m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് ആൽഫ പാർട്ടിക്കിൾസിന്റെ? രണ്ട് ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്കറിയാം, 1/4πε0 q1 q2/r എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ ആൽഫ പാർട്ടിക്കിളുടെയും ഗോൾഡ് ന്യൂക്ലിയസിന്റെയും ചാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് 2e ആണ്. ആൽഫ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു എ ഹീലിയം ന്യൂക്ലിയസ്. ഹീലിയം ന്യൂക്ലിയസ് ഹാസ് എ ചാർജ് 2e. സോ ആൽഫ പാർട്ടിക്കിൾ ഹാസ് എ ചാർജ് 2e. ന്യൂക്ലിയസിന്റെ ചാർജ് Ze ആണ്. ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം R0. ഈ ഡിസ്റ്റൻസ് ആണ് R0. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് m, v ആൻഡ് z. ആൽഫ പാർട്ടിക്കിളിന്റെ മാസ്, ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, അതേപോലെ ന്യൂക്ലിയസ് ഗോൾഡ് ന്യൂക്ലിയസിന്റെ വാല്യൂ നമുക്കറിയാം Z is equal to 79 ആണ്. ആ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് R0 equals 2.74 into 10 raised to minus 14 meters. So the distance of closest approach R0, ഇവിടുന്ന് ഇതിന്റെ സെന്റർ വരെയുള്ള ദൂരം 2.74 into 10 raised to minus 14 meters ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 10 raised to minus 14 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ, അതായത് ന്യൂക്ലിയസിന്റെ റേഡിയസ് അതിനേക്കാളും കുറവായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, so the radius of the nucleus is less than 10 raised to minus 14 meter. That is, the radius of the nucleus is 10 raised to minus 15 meters. Rutherford's atom model. Every atom consists of a tiny central core called nucleus. The entire positive charge and almost the entire mass of the atom is concentrated in the nucleus. എല്ലാ ആറ്റത്തിൻ്റെയും സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഒരു ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ ഒരു ആറ്റത്തിൻ്റെ ഏകദേശം മുഴുവൻ മാസും ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് 10 raised to minus 15 meters and size of the atom is 10 raised to minus 10 meter. The electrons revolve around the nucleus in circular orbits. സർക്കുലർ മോഷനിൽ പോകണമെങ്കിൽ ഇലക്ട്രോൺസിന് സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആരാണ് കൊടുക്കുന്നത്? The required centripetal force is provided by the electrostatic force of attraction between the electrons and the nucleus. The total positive charges on the nucleus equals the total negative charges on the electrons. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ എത്ര പ്രോട്ടോൺസ് ആണോ ന്യൂക്ലിയസിലുള്ളത് അത്ര തന്നെ ഇലക്ട്രോൺസ് ആ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടാവും. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഈ 5 കാര്യങ്ങളാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡലിൽ ഉള്ളത്. Now we are going to discuss the drawbacks of Rutherford's atom model.
ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. The electrons are revolving around the nucleus in circular orbits. So the electrons are having centripetal acceleration. ഒരു ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ എനർജി റേഡിയേറ്റ് ചെയ്യും. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ പഠിച്ചതാണ്. So when an electron revolves around the nucleus in circular orbit, it will continuously radiate energy. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിൻ്റെ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ് കുറഞ്ഞു വരും. ആസ് ദ ഇലക്ട്രോൺസ് ആർ റേഡിയേറ്റിംഗ് എനർജി കണ്ടിന്യൂസ്ലി, ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് ഡിക്രീസസ്. ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനോട് അടുത്ത് വരും. It will follow a spiral path and finally fall into the nucleus. എന്ന് പറഞ്ഞാൽ it could not explain the stability of the atom. ഇനി രണ്ടാമത്തെ ഡ്രോബാക്ക്, ഇപ്പം നമ്മൾ പറഞ്ഞു the electrons are continuously radiating energy എന്നല്ലേ. So the spectrum, the atomic spectrum that we should obtain is continuous spectrum. But in reality, atoms are found to emit line spectrum. So we can say that Rutherford's atom model could not explain the spectrum of atoms.